السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. وقال الله تعالى: بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. وقال النبي صلى الله عليه وسلم: الدعاء هو العبادة، أو كما قال عليه الصلاة والسلام. പരിശുദ്ധമായ റമളാൻ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാർക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് അല്ലാഹു അവരുടെ ദുആകൾ സ്വീകരിക്കുമെന്നുള്ളത്. അല്ലാഹുവിൻ്റെ അടുക്കൽ നോമ്പുകാർക്ക് വലിയ സ്ഥാനമുണ്ട്. നോമ്പുകാർ അല്ലാഹുവിൻ്റെ അടുക്കൽ ആദരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരുടെ ദുആകൾ സ്വീകരിക്കുന്നതുമാണ്. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാൻ എന്നുള്ളത് അവൻ്റെ ബുദ്ധിമുട്ടുകൾ, ആവശ്യങ്ങൾ ഇതെല്ലാം അള്ളാഹുവിന് മുമ്പിൽ പറയാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആവശ്യങ്ങൾ അവനുണ്ടാകും, ധാരാളം ബുദ്ധിമുട്ടുകൾ അവനുണ്ടാകും. ആ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് മുമ്പിൽ പറയുകയും അതിനെല്ലാം പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല സമയമാണ് പരിശുദ്ധ റമളാനിൽ നോമ്പുകാരനായിരിക്കുന്ന സമയമെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറയുമില്ലാതെ അവരുടെ ദുആകൾ സ്വീകരിക്കുന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതു മുതൽ വലുതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവോട് ചോദിക്കാനുള്ള അനുവാദം നൽകിയെന്നുള്ളത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയുണ്ടായി: തങ്ങളെ എൻ്റെ അടിമകൾ എന്നെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ അവരുടെ ഏറ്റവും അടുത്ത് തന്നെയുണ്ട്. അവരെന്നോട് ദുആ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരുടെ ദുആ കേൾക്കുന്നതാണ്. അതുകൊണ്ട് അവർ എന്നോട് ദുആ ചെയ്തു കൊള്ളട്ടെ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാനായി പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ച കാര്യമാണ്. അതുകൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും അള്ളാഹുവോട് ചോദിക്കേണ്ടതുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്: എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അള്ളാഹുവോട് ചോദിക്കുക, സഹായം തേടാനുണ്ടെങ്കിൽ അള്ളാഹുവോട് സഹായം തേടുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രയാസങ്ങൾ പറയാൻ ഏറ്റവും നല്ലത് അള്ളാഹുവാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ട് എങ്കിൽ ആ ആവശ്യങ്ങളെ സമർപ്പിക്കാൻ ഏറ്റവും നല്ലത് അള്ളാഹുവാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ജീവിതത്തിൽ നിന്നും ആ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരെന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ ആദ്യം അള്ളാഹുവിനോട് ആ കാര്യം പറയുമായിരുന്നു. അതിനുശേഷം അതിനുവേണ്ട ഭൗതികമായ കാര്യങ്ങളിലോട്ട് അവർ തിരിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുത്തു. ചെറുത് വലുത് എന്ന് വ്യത്യാസമില്ലായിരുന്നു. ചെയ്യാൻ സാധിക്കുന്നത് സാധിക്കാത്തതെന്ന് വ്യത്യാസമില്ലായിരുന്നു. സഹാബാക്കൾ എല്ലാ കാര്യങ്ങളും ആദ്യം അള്ളാഹുവോടായിരുന്നു പറഞ്ഞിരുന്നത്. ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ഒരുപോലെ അവരാദ്യം അള്ളാഹുവിനോട് ആ കാര്യത്തെപ്പറ്റി പറഞ്ഞു. സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിലും പറ്റാത്ത കാര്യമാണെങ്കിലും ആദ്യം അള്ളാഹുവിനോട് പോയി പറഞ്ഞു. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും ആദ്യം അള്ളാഹുവിന് മുമ്പിൽ പറഞ്ഞതിന് ശേഷമായിരുന്നു ഭൗതികമായ അതിൻ്റെ മാധ്യമങ്ങളെ അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ എല്ലാത്തിലും അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. ഈ ഒരു ഗുണം ഓരോ വിശ്വാസിയിലും ഉണ്ടാകേണ്ടതുണ്ട്. എന്ത് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിലും എന്ത് പ്രയാസമുണ്ടാവുകയാണെങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും ആദ്യം ആ കാര്യം അള്ളാഹുവിനോട് പറയുകയും അള്ളാഹുവിനോട് ആ കാര്യത്തെ ചോദിക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുന്നതാണ്. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇതെല്ലാം പറയാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ പരിശുദ്ധ റമളാൻ മാസം എന്നുള്ളത്. റമളാൻ മാസത്തിൽ നോമ്പുകാരുടെ ദുആകൾ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നോമ്പുകാരാകുന്ന അവസ്ഥയിൽ റമളാനിൻ്റെ രാത്രികളിൽ ഈ സമയങ്ങളിലെല്ലാം അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുകയാണെങ്കിൽ, പ്രയാസങ്ങൾ പറയുകയാണെങ്കിൽ അതിൻ്റെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുആ ചെയ്യുന്ന വിഷയത്തിൽ പരിശുദ്ധ റമളാനിൽ അവർ വലിയ പ്രാധാന്യത നൽകേണ്ടതുണ്ട്. ദുആ ചെയ്യുന്നവർക്ക് ധാരാളം പ്രയോജനങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിക്കുകയാണെങ്കിൽ
ദുആ ചെയ്യുന്നത് കാരണമായി ധാരാളം പ്രയോജനങ്ങൾ ലഭിക്കുന്നതാണെന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ദുആ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് അത് കാരണമായി ധാരാളം മറ്റു പ്രയോജനങ്ങളും ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനമാണ് ദുആ ധാരാളമായി ചെയ്യുന്നത് കാരണമായി അള്ളാഹുവിൻ്റെ സ്നേഹം, അള്ളാഹുവിൻ്റെ അടുപ്പം അവൻ ലഭിക്കുന്നതാണ്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെങ്കിലും ദുആ ചെയ്യുന്നില്ല എങ്കിൽ, അള്ളാഹുവോട് ചോദിക്കുന്നില്ല എങ്കിൽ അള്ളാഹു അവനോട് കോപിക്കുന്നതാണ്. അഥവാ ചോദിക്കാത്തവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല, അള്ളാഹുവിനോട് ചോദിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി ചോദിക്കുന്നവരെ മനുഷ്യർ ഇഷ്ടപ്പെടുന്നതല്ല. എന്നാൽ അള്ളാഹു ഒരിക്കലും അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാത്തവരെ ഇഷ്ടപ്പെടുന്നതല്ല. അള്ളാഹു ഏറെ ഔദാര്യവാനാണ്. അള്ളാഹുവിന് ഇഷ്ടം അള്ളാഹുവിനോട് ചോദിക്കുന്നവരെയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാനുള്ള ഒരു മാർഗമാണ് ധാരാളമായി അള്ളാഹുവോട് ദുആ ചെയ്യുക എന്നുള്ളത്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, ഒരു അടിമ അള്ളാഹുവോട് ചോദിക്കുക എന്നുള്ളത് അള്ളാഹുവിന് അവനോട് ഇഷ്ടമുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ദുആ ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രയോജനം, ദുആ ചെയ്യുന്ന അത്രയും സമയം ഇബാദത്ത് ചെയ്യുന്നത് പോലെയാണ്. അഥവാ നമ്മൾ നമ്മുടെ ആവശ്യം അള്ളാഹുവോട് പറയുകയാണ്, നമ്മൾ നമ്മുടെ പ്രയാസത്തിൽ നിന്നുമുള്ള പരിഹാരം അള്ളാഹുവോട് തേടുകയാണ്. അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് ആവശ്യം അള്ളാഹുവോട് പറയുന്നതും പ്രയാസത്തിൽ നിന്നുമുള്ള പരിഹാരം അള്ളാഹുവോട് തേടുന്നതും അത് നമ്മുടെ ആവശ്യമാണെങ്കിലും ആ സമയം പോലും ഇബാദത്ത് ചെയ്തതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കുകയാണ്. അഥവാ ഒരു വ്യക്തി എന്തെങ്കിലും ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ ആ ഇബാദത്ത് ചെയ്യുന്ന ഓരോ സമയവും അവന് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഒരു അടിമ തൻ്റെ സ്വന്തം ആവശ്യം അള്ളാഹുവോട് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ആ സമയവും പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ദുആ ചെയ്യുന്ന സമയമെന്നുള്ളത് ഒരിക്കലും നഷ്ടമല്ല. അവിടെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ ധാരാളം പ്രതിഫലങ്ങളും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. എത്ര നേരം ദുആ ചെയ്യുന്നുവോ അത്രയും നേരം അള്ളാഹു നമുക്ക് വേണ്ടി പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ്. ദുആ ചെയ്യുന്നതിൻ്റെ മൂന്നാമത്തെ പ്രയോജനം എന്നുള്ളത് ദുആ ആയുധമാണ് എന്നുള്ളതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു മുഅ്മിനിൻ്റെ ആയുധമാണ് ദുആ എന്നുള്ളത്. എപ്രകാരം ആയുധമെന്നുള്ളത് മനുഷ്യന് സംരക്ഷണമാണോ അതുപോലെ തന്നെ ദുആയും മനുഷ്യർക്ക് സംരക്ഷണമാണ്. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും കാര്യത്തിൽ നിന്നും ഭയപ്പെടുന്നുണ്ട്, ഈ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ദുആ കാരണമായി പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ആവശ്യമുണ്ട്, ആ ആവശ്യങ്ങൾ ദുആ കാരണമായി പരിഹരിക്കപ്പെടുന്നതാണ്. ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എല്ലാത്തിൻ്റെയും പരിഹാരമാണ് ദുആ എന്നുള്ളത്. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷണമാണ് ദുആ എന്നുള്ളത്. അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും ദുആ ചെയ്തുകൊണ്ട് ആ പ്രയാസത്തിൽ നിന്നും പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഒരിക്കലും വിശ്വാസി നിരാശപ്പെടാൻ പാടില്ല. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും അള്ളാഹുവിന് മുമ്പിൽ ദുആ ചെയ്തുകൊണ്ട് അതിൻ്റെ പരിഹാരം നേടിയെടുക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് വിശ്വാസി ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ദുആയിലൂടെ അവന് കണ്ടെത്താൻ സാധിക്കുന്നതാണെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ദുആ ചെയ്യുന്നതിൻ്റെ പേരിൽ പ്രധാനമായൊരു വിശ്വാസിക്ക് ലഭിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട പ്രയോജനങ്ങളാണ്. അതുകൊണ്ട് ധാരാളമായി അള്ളാഹുവോട് ദുആ ചെയ്യുക. ദുആ ചെയ്യുന്നത് ഒരിക്കലും നഷ്ടമല്ല. പ്രത്യേകിച്ച് ദുആ വർദ്ധിപ്പിക്കേണ്ട സമയമാണ് പരിശുദ്ധ റമദാനിൻ്റെ ഈ മാസമെന്നുള്ളത്. അള്ളാഹുവിൻ്റെ കരുണയും വാത്സല്യവുമെല്ലാം കണക്കില്ലാതെ വർഷിക്കപ്പെടുന്ന മാസമായതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ അള്ളാഹു പെട്ടെന്ന് ദുആ സ്വീകരിക്കുന്നതാണ്. പല ഹദീസുകളിലൂടെയും നോമ്പുകാരുടെ ദുആ അള്ളാഹു സ്വീകരിക്കുമെന്ന കാര്യം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുമുണ്ട്. എല്ലാവർക്കും ധാരാളം പ്രയാസങ്ങളുണ്ടാകും, ആവശ്യങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇതെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാനും ഇതിൻ്റെ പരിഹാരം നേടിയെടുക്കാനും ഏറ്റവും നല്ല അവസരമാണ് ഈ മാസമെന്നുള്ളത്. സ്വന്തത്തിനു വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയും മരണപ്പെട്ടവർക്ക് വേണ്ടിയും തുടങ്ങി
ആരെല്ലാമായി നമുക്ക് ബന്ധമുണ്ടോ എല്ലാവർക്കും വേണ്ടി ധാരാളമായി ദുആ ചെയ്യാൻ റമളാനിൻ്റെ ദിവസങ്ങളെ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ധാരാളം സമയം ദുആക്കായി നാം മാറ്റിവെക്കേണ്ടതുണ്ട്. അത് കാരണമായി നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നതും പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുന്നതും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നാം പറഞ്ഞ 3 പ്രയോജനങ്ങൾ ലഭിക്കാൻ കാരണമായി തീരുന്നതുമാണ്. ഇൻഷാ അല്ലാഹ് ദുആയുടെ മര്യാദകൾ, ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ, ഇതിനെപ്പറ്റിയെല്ലാം തുടർന്നുള്ള ക്ലാസ്സുകളിൽ വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.